ഇത് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ ആൽത്രമൂടിന് സമീപമുള്ള കരുന്തുവ കടവ് എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് ചിറയൻകീഴ് പഞ്ചായത്തിനകത്തും കിഴിവലം പഞ്ചായത്തിനകത്തുമൊക്കെയുള്ള ഭക്ഷ്യ സംസ്കരണ ശാലകളിൽ നിന്നും അതുപോലെ തന്നെ ഹോട്ടലുകളിൽ നിന്നും അറവുശാലകളിൽ നിന്നുമൊക്കെയുള്ള മാംസ വേസ്റ്റുകൾ രാത്രി കാലങ്ങളിൽ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ തള്ളുന്നതായിട്ട് പരാതികളുണ്ട്. ഈ വിഷയം ഗ്രാമപഞ്ചായത്തിനെ അറിയിക്കുകയും മറ്റ് അധികാരികളെ അറിയിക്കുകയും ചെയ്തിട്ടും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളും ഇത് കണ്ടിട്ടുള്ളവരും പറയുന്നത്. അവരവരെ ആറ്റിൽ മാലിന്യങ്ങൾ കൊണ്ട് അണിഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. പല ഭാഗങ്ങളിലും മുകളിൽ വശത്തു നിന്ന് മാലിന്യങ്ങൾ വരുന്ന ആറ്റിലെ വെള്ളത്തിൽ മുഖം കഴുകാനോ കുളിക്കാനോ ഒക്കാത്ത ഒരു സാഹചര്യമായി തീർന്നിരിക്കുന്നു. കരയ്ക്കുന്നതിനും ഭയങ്കര നാറ്റമാണ്. പ്രിയപ്പെട്ട ഈ നാട്ടുകാർ ഒന്നടങ്കം അറിയുന്നതിനും ഈ വാർഡ് മെമ്പർ അറിയുന്നതിനും ഈ നമ്മുടെ ചിറയൻകീഴ് പഞ്ചായത്തിൻ്റെ ഭരണാധികാരികൾ അറിയുന്നതിനും വേണ്ടിയാണ് ഈ ബൈറ്റ് വീഡിയോ ആയിട്ട് ഞങ്ങൾ പുറപ്പെടുവിക്കുന്നത്. എന്തെന്നാൽ ഈ ആൽത്രമൂട് കരുന്തക്കടവ് ഭാഗം തൊട്ട് മുതലപ്പൊഴി മുതൽ മുകളിലോട്ടുള്ള ആറ് മുഴുവനും ഇപ്പോൾ മലിനമായി ദുർഗന്ധം വഹിച്ച് വെള്ളം കറുത്ത നിറത്തോടുകൂടി ഇവിടെ ആ പരിസര പ്രദേശങ്ങളിലെ വീടുകളിലിരുന്നാൽ ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള ഒരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുടവരം കാട്ടുമുറാക്കൽ മുടവരം മുതൽ അങ്ങ് ചെക്കാർവിളകം മുകളിലോട്ടുള്ള അത്രയും പ്രദേശത്തുള്ള ഹോട്ടലുകളുടെ മാലിന്യവും കോഴി വേസ്റ്റുകളും കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടിയും പിക്കപ്പുകളിൽ കൊണ്ടുവന്നും നമ്മുടെ ഈ ആറ്റിൽ തള്ളി വരികയാണ് നിരന്തരം. അപ്പോൾ അതിവിടെ കിടന്ന് കെട്ടി നശിച്ച് നാറി ഇവിടുത്തെ ജനങ്ങൾക്ക് ശ്വാസം പിടിച്ച് ഇത് വഴി നടക്കാൻ വയ്യ, വീടുകളിൽ ഇരിക്കാൻ വയ്യ, അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ആ സ്ഥിതിവിശേഷത്തിന് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം ഇവിടുത്തെ വാർഡ് മെമ്പർമാരോടും ഞങ്ങൾ ഇവിടുത്തെ പഞ്ചായത്തിനോടും അഭ്യർത്ഥിക്കുകയാണ്. എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാര നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ആൾക്കാരെല്ലാം കോളറ ബാധിച്ച് മരിക്കാൻ ഇടയാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ എത്രയും വേഗം തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ ശുചിത്വം വരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്തും അതുപോലെ പോലീസ് മേധാവികളും ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ഇതിനാൽ ഞാൻ നിങ്ങളോട് എല്ലാം അഭ്യർത്ഥിക്കുകയാണ്. ഈ വേസ്റ്റ് അത്രയും ഒഴി വന്ന് ഈ ചില്ലരുടെ കിടന്ന് നാറ്റം അടിച്ച് തള്ളി വിട്ടാലും അത് പോകില്ല. ഇവിടെ കിടന്ന് നാറ്റം അടിച്ച് വെള്ളം കുടിക്കാൻ പാങ്ങില്ല. വേവിക്കാൻ ഇറങ്ങണ്ടേ, അടുക്കളയിലോട്ട് വന്നാലേ വേവിക്കാൻ ഒക്കൂ. അപ്പോൾ നാറ്റം അടുത്ത് നിൽക്കാൻ വയ്യ, വെള്ളം കുടിക്കണം, ആഹാരം കഴിക്കണമെങ്കിൽ അങ്ങ് കൊണ്ടുവച്ചാണ് തിന്നാന്ന്. അത്ര പാട്. ഈ വേസ്റ്റത്രയും കൂടെ വരണം അങ്ങൊന്ന് ഒഴിഞ്ഞു വരണ കണ്ട ദോ വരണം എന്ന് തന്നെ എല്ലാവരും പറയണത്. ഇത് നമ്മുടെ വാമനപുരം നദിയാണ്. ഈ വാമനപുരം നദിയിൽ മുടോരം തൊട്ട് ചെക്കാളമുക്ക് നിരവധി ഹോട്ടലിലെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് KL 22M 8754 ഓട്ടോറിക്ഷയിൽ നിരന്തരമായിട്ട് രാത്രിയും പകലുമായിട്ട് കൊണ്ടുവന്ന് നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെതിരെ ഞാൻ ഒരു പരാതി ചിറയൻകീഴ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫോട്ടോ എടുത്തെന്നും പറഞ്ഞ് എനിക്കെതിരെ ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ എനിക്ക് വധഭീഷണിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചിറയൻകീഴ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അതിന് നിയമ നടപടി അവർ സ്വീകരിച്ച് അത് ഇനി മേലെ ഉണ്ടാവൂല എന്നുള്ള രീതിയിൽ താക്കിയത് അന്നത്തെ SI വിട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നും നിരന്തരം ഇതിനൊക്കെ വേസ്റ്റ് തള്ളിക്കൊണ്ടിരിക്കുന്നു. അത് ഞാൻ അധികാരിപ്പെട്ടുള്ള ഇവിടുത്തെ വാർഡ് മെമ്പറായ വിജയകുമാർ എന്ന് പറഞ്ഞ വ്യക്തിനെ അറിയിച്ചിരുന്നു. പുള്ളി അതിന് വേണ്ട നടപടിയൊന്നും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. സെക്രട്ടറിക്ക് പരാതി കൊടുത്ത്, വൈസ് പ്രസിഡന്റിന് പരാതി കൊടുത്ത്, ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ കളക്ടറേറ്റിൽ പരാതി കൊടുത്തിട്ടുണ്ട്. കളക്ടറേറ്റിൽ പരാതി കൊടുത്ത് അത് വന്ന് അന്വേഷിച്ച് വില്ലേജ് ഓഫീസർ വന്ന് അന്വേഷിച്ച് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടറും വന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പിന്നെ വില്ലേജ് ഓഫീസർ അത് താലൂക്കിലോട്ട് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് താലൂക്കിൽ നിന്ന് ഇനി അന്വേഷണം വരുമായിരിക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ വാർഡ് മെമ്പർ ഇതിന് എന്താണ് അനാസ്ഥ കാണിക്കണതെന്ന് അറിയില്ല. അത് ശക്തമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ തന്നെ കാണാം ഇതിൻ്റെ മാലിന്യങ്ങൾ വന്ന് കിടക്കുന്നതിൻ്റെ വേസ്റ്റും നാറ്റവും. അപ്പോൾ ഇത് ഒരാൾ മാത്രമല്ല, നാട്ടുകാർ മൊത്തം ഉണ്ട്. അപ്പോൾ ഈ നാറ്റുകൾ പൊങ്കാലയായതുകൊണ്ട് എല്ലാവരും പോയേക്കാണ്. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടി നടപടി എത്രയും പെട്ടെന്ന് വേണ്ടപ്പെട്ട അധികാരികൾ അതിനുവേണ്ടി നടപടിയെടുക്കണം. നിരന്തരമായിട്ട് വേസ്റ്റുകൾ കൊണ്ടുവന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മുടോരം തൊട്ട് ചെക്കാളമുക്ക് വരെയുള്ള ഹോട്ടലിൽ അതിൻ്റെ നടപടി എടുത്തില്ലെങ്കിൽ അതിന് വേണ്ട നടപടി നമ്മൾ സ്വീകരിക്കും. അതിന് ശക്തമായിട്ട് പ്രതികരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി